മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ദർശനത്തിന് ഏർപ്പെടുത്തുന്ന പുതിയ ക്രമീകരണത്തിന്റെ ട്രയൽ നാളെ ആരംഭിക്കും. ഭക്തർക്ക് ഫ്ളൈ ഓവർ കയറാതെ നേരിട്ട് കൊടിമര ചുവട്ടിൽ നിന്ന് ശ്രീകോവിലിന് മുന്നിലെത്തി ദർശനം നടത്താമെന്നതാണ് പുതിയ രീതി. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ. മീനമാസ പൂജകൾക്കായാണ് നട തുറക്കുന്നത്. ഇത്തവണ മുതൽ ദർശനത്തിലെ ക്രമീകരണമാണ് നടപ്പിൽ വരുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാമായോ? സുജയ, മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. അല്പസമയം മുമ്പ് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നു. ഇന്നിപ്പോൾ പുതിയ ദർശന രീതി ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് ഭക്തർക്ക് 18-ാം പടി കയറി എത്തുന്ന ഭക്തർക്ക് ഫ്ലൈ ഓവർ കയറാതെ നേരിട്ട് കൊടിമര ചുവട്ടിൽ നിന്ന് ശ്രീകോവിലിന് മുന്നിലെത്തി ദർശനം നടത്തുന്നതിൻ്റെ ആ രീതിയാണ് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, ഈ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെല്ലാം 18-ാം പടി കയറി നേരെ കൊടിമര ചുവട്ടിലൂടെ ശ്രീകോവിലിന് മുന്നിലേക്ക് പോവുകയാണ്. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല ദർശന രീതി. അതായത് 18-ാം പടി കയറി മുകളിലേക്കെത്തുന്ന കൊടിമര ചുവട്ടിലേക്ക് എത്തുന്ന ഭക്തരെ ഇടതുവശത്തു കൂടി ഫ്ലൈ ഓവർ വഴി കയറ്റി ആ ഫ്ലൈ ഓവറിൽ കൂടി ദീർഘനേരം കാത്തുനിന്ന് അതിനുശേഷം മാത്രമേ ശ്രീകോവിലിന് സമീപത്തേക്ക് ഭക്തർക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ ആ രീതി മാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് പുതിയ രീതി നടപ്പിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ അയ്യപ്പ ഭക്തരൊക്കെ നേരിട്ട് ഈ കൊടിമര ചുവട്ടിൽ വന്ന് ഇപ്പോൾ നിമിഷങ്ങൾക്കകം തന്നെ അയ്യപ്പ ദർശനം സാധ്യമാകുന്ന രീതിയാണ്. ഇപ്പോൾ ഈ പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ അതുകൊണ്ട് ഏറ്റവും പ്രയോജനം ലഭിക്കുക ഈ അയ്യപ്പ ഭക്തരുടെ ദർശനത്തിനാണ്. കാരണം 20 മുതൽ 30 സെക്കൻഡ് വരെ അയ്യപ്പനെ ദർശിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഈ പുതിയ രീതിയിലൂടെ നടക്കും. നേരത്തെയാണെങ്കിൽ അത് 5 സെക്കൻഡ് വരെ മാത്രമേ അയ്യപ്പ ഭക്തർക്ക് ഈ ശ്രീകോവിലിന് അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്കറിയാം, ശബരിമലയാണ്, ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ദർശനം കേവലം സെക്കൻഡുകൾ മാത്രമായിരിക്കും. പക്ഷേ ഇപ്പോൾ പുതിയ രീതി നടപ്പാക്കിയതിലൂടെ ഈ കാണുന്ന 18-ാം പടി ചവിട്ടിക്കയറി ഇപ്പോൾ ഭക്തർ നമുക്ക് കാണാം കൊടിമര ചുവട്ടിലൂടെ ഈ ഭാഗത്തു കൂടി പോയി നേരെ ശ്രീകോവിലിന് മുന്നിലേക്ക് തന്നെ എത്തുന്നു. അവർക്ക് 20 മുതൽ 30 സെക്കൻഡ് വരെ അയ്യപ്പ ദർശനം നേരിട്ട് സാധ്യമാകും. നേരത്തെയാണെങ്കിൽ ഈ സംവിധാനമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർക്ക് നിമിഷ നേരം മാത്രം ശ്രീകോവിലിന് മുന്നിൽ നിന്ന് അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്നും മീനമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട തുറന്നപ്പോൾ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ പുതിയ ദർശന രീതിയാണെന്നുള്ളത് ഇതിനോടകം തന്നെ ഭക്തർ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈ ഓവർ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഫ്ലൈ ഓവർ തൽക്കാലം അവിടെ തന്നെ നിലനിർത്തും. നേരത്തെയാണെങ്കിൽ ഈ 18-ാം പടി കയറി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഫ്ലൈ ഓവറിൽ അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിന് കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ദർശനം സാധ്യമാകുന്നു. സ്വാമി, പുതിയ ദർശന രീതി എങ്ങനെയുണ്ട്? நல்லா இருக்கு சார். இட்ஸ் பெட்டர் ஆக்சுவலி. இட்ஸ் பெட்டர் டு பி திஸ் சைடு ஆக்சுவலி. இட்ஸ் வெரி ஈஸி ஆல்சோ and it's non congestive actually. Yeah, thanks for it. Thanks for the Devasthanam board. Yeah, thank you. ನಮ್ಮ ಕನ್ನಡ ಸಮಸ್ಯೆ ಚೆನ್ನಾಗಿದೆ. ನೈಸ್ ಸ್ವಾಮಿ, ನೈಸ್ ಐಡಿಯಾ. ಥ್ಯಾಂಕ್ ಯು സ്വാമി സാറിനും. എന്നാലും അയ്യപ്പ ഭക്തരൊക്കെ വളരെ സംതൃപ്തിയിലാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ഭക്തരാണ് കൂടുതലും. അവർക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. പുതിയ ദർശന രീതി നടപ്പാവുകയാണ്. കൊടിമര ചുവട്ടിലൂടെ നേരിട്ട് ശ്രീകോവിലിന് മുന്നിലേക്ക് കടക്കാൻ കഴിയുന്ന രീതിയിലാണ് ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്ലൈ ഓവർ ഇപ്പോൾ അവിടെ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ മീനമാസ പൂജകൾ മുതൽ കൊടിമര ചുവട് വഴി നേരെ ശ്രീകോവിലേക്ക് എത്താനുള്ള ക്രമീകരണമാണ് ആയിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.